ഓണക്കാലമായതുകൊണ്ട് ഓഫറുകളുടെ പെരുമഴയാണ്. പർച്ചേസിംഗ് മൂഡിലാണ്, പർച്ചേസിംഗ് മയമാണ് ലോകം മുഴുവൻ. ലോകം മുഴുവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളുള്ളടത്ത്. ഞാൻ കഴിഞ്ഞ ദിവസം തുണിക്കടയിലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ടിവിയുടെയും ഫ്രിഡ്ജിന്റെയും കടയിലോട്ട് നോക്കുമ്പോൾ ആൾക്കാർ ക്യൂ നിൽക്കുക. ഓഫറുകൾ ഒരുപാട് വരുന്നുണ്ടെങ്കിലും ഇപ്പൊ എന്റെയൊക്കെ ഒരു വലിയ സ്വപ്നം ഉണ്ടായിരുന്നത് വീട്ടിലൊരു ടി വി ആയിരുന്നു. അത് ഇതുപോലെ ഒരു ഓണക്കാലത്താണ് എടുത്തത്. അതൊരു വലിയ മോഡേൺ ടി വി ഒന്നുമല്ല, ഇപ്പോഴത്തെ LCD ടി വി ഒന്നുമല്ല. അതിനുശേഷം ഞാൻ പ്രോഗ്രാം ഒക്കെ ചെയ്താണ് ആദ്യമായിട്ട് ഒരു മൊബൈൽ മേടിച്ചത്. അത് ഓണക്കാലത്തായിരുന്നു. അതിന്റെ ഓരോ ഓണക്കാല ഓർമ്മകളുണ്ടായിരുന്നു. ഇപ്പൊ നമുക്കൊക്കെ അറിയാം, എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു ആപ്പിളിന്റെ ഫോൺ മേടിക്കുക, ഓറഞ്ചിന്റെ ഫോൺ മേടിക്കുക എന്നൊക്കെ ഉള്ളത് അല്ലേ. കൂടുതലും ഐഫോൺ. അതെ, ഈ ഐഫോണിന്റെ ചെറിയൊരു ചരിത്രത്തിലേക്ക് പിന്നിലോട്ട് ചെറിയ ചരിത്രമല്ല കേട്ടോ, വലിയ ചരിത്രമുണ്ട്. ഈ ജനുവരി 9, 2007 ഐഫോണിന്റെ ഫസ്റ്റ് ജനറേഷൻ ഐഫോണിന്റെ CEO ആയിട്ടുള്ള സ്റ്റീവ് ജോബ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ റെവല്യൂഷൻ എന്ന് രേഖപ്പെടുത്തിയ ഒരു ദിവസം കൂടിയാണ്. ആൻഡ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്റർനാഷണൽ കമ്പനിയായ ആപ്പിൾ ആണ്. ആൻഡ് അവരത് യൂസ് ചെയ്യുന്നത് അവരുടെ തന്നെ സ്വന്തമായിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ iOS-ലാണ്. ഇപ്പോൾ ഐഫോണിന്റെ പുതിയ സീരീസ് ആയിട്ടുള്ള iPhone 16 ലോഞ്ച് ചെയ്തിട്ടുള്ളതായിട്ടാണ് വിവരം കിട്ടിയിട്ടുള്ളത്. യെസ്, ഇന്ത്യയിൽ അതിന്റെ പ്രീ ഓർഡേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 13 വൈകിട്ട് 5:30 തൊട്ടിട്ടാണ്. ആൻഡ് അതുപോലെ തന്നെ അതിന്റെ ശരിക്കുള്ള ഓർഡർ, അതിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 20-നാണ്. പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ കുറെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുറെ നല്ല ഫീച്ചേഴ്സ് ആണ്. ക്യാമറ സ്പെക് ആണെങ്കിലും ചിപ്സെറ്റ് ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും അതിന്റെ മൊത്തത്തിൽ ഭയങ്കര അടിപൊളി ഫീച്ചേഴ്സ് ആണ് ഇതിന് കൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഒരു AI ഉണ്ടല്ലോ, ആ AI മറ്റേ AI തമ്മിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഡിഫറൻസ് ഉണ്ട്. അതെ, അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആപ്പിൾ ഇന്റലിജൻസ് ആണ്. ഇത് നമുക്ക് ഫോൺ കൈ കിട്ടുമ്പോഴേ നമുക്ക് ഇത് ഉണ്ടാവില്ല. ഇത് അവരൊരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻസിലൂടെയാണ് നമുക്ക് ഈ സാധനം ലഭ്യമാകുന്നത്. മോർണിംഗ് ഡ്രൈവ് ആണ് മത്തായിയും ഡാനൂബും.